ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് എല്ലാവരുടെ വിശേഷം? സുഖമല്ലേ എല്ലാവർക്കും? അപ്പം നമുക്കിന്ന് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം അല്ലേ? അതിന് ഞാനിവിടെ കുറച്ച് ചെമ്മീനെടുത്ത് നല്ലപോലെ തന്നെ വൃത്തിയാക്കി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പനീർ എടുത്തിട്ടുണ്ട് കുറച്ച്. പിന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ തൈര്, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ തന്നെ യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഈ മസാലയിൽ നിന്ന് കുറച്ച് ചെമ്മീത്തിലും കുറച്ച് പനീറിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പനീറിലും ചെമ്മീത്തിലും നമ്മൾ ഈ മസാല നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ 1 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞതും, 5 ബീൻസ് ചെറുതാക്കി അരിഞ്ഞതും, 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതാക്കി അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മസാല പരട്ടി വെച്ചില്ലേ, ആ പനീർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിത് നമ്മുടെ തീയൊരു മീഡിയത്തിലാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ നമുക്കിത്. അപ്പോൾ നമ്മുടെ പനീർ നല്ലപോലെ ആയി വന്നിട്ടുണ്ട്. ഞാനത് കോരി മാറ്റുന്നുണ്ട് കേട്ടോ. ഇനി ആ ഓയിലിലേക്ക് തന്നെ നമ്മളുടെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതും ഒന്ന് തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ തന്നെ നമുക്കൊന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പം അതും ആയിട്ടുണ്ട്. ഞാനതും കോരി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവെണ്ണ വേണമെങ്കിൽ അത് എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയില്ലേ, അത് കട്ടി കുറച്ച് വട്ടത്തിൽ അരിഞ്ഞിട്ടിട്ട് ഒന്ന് വാട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ടി കുറഞ്ഞരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള, ചെറിയൊരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് നിർബന്ധമില്ല കേട്ടോ വേണമെന്നുള്ളത്. അതും അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ക്യാരറ്റും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി, അതിൻ്റെ കളറൊന്നും മാറണ്ട കേട്ടോ. അതും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ച ക്യാപ്സിക്കവും പിന്നെ നമ്മളെ ബീൻസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കുരുമുളക് ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 1/2 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് സോയാ സോസ് ഒരു 1.25 ടീസ്പൂണോളം ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പം ഞാനിതിൽ ഉപ്പ് ഇട്ടിട്ടില്ല, നോക്കിയിട്ട് മാത്രം ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ. ഇനി നമ്മൾ പൊരിച്ച് വെച്ച പനീറും ചെമ്മീനും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സോസിലും ഉപ്പുണ്ടാകും, അതുകൊണ്ടാണ് ഞാനിതിൽ ഉപ്പിടാത്തത് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ നോക്കിയപ്പോൾ കറക്റ്റ് തന്നെ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ തന്നെ ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ട്. വെറുതെ ഉപ്പിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് വേവിച്ച് ഊറ്റി വെച്ച ചോറാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക്. ഇതിൽ ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ചെറിയ തീയിലാണ് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി ബാക്കിയുള്ള ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിക്കുന്നുണ്ട്.
ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കുരുമുളക് ചതച്ചതും ഒരു 2 ടീസ്പൂൺ നമ്മളുടെ എണ്ണയില്ലേ, എള്ളെണ്ണ, അതും കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈഡ് റൈസാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം. നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കുകയും വേണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.